വിമാനങ്ങളോ ഭൂപടങ്ങളോ കൃത്യതയുള്ളതായിരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഏഷ്യയെ ലോകം കണ്ട രീതിയിൽ മാറ്റിയ ഒരു സഞ്ചാരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ മാർക്കോ പോളോ ആയിരുന്നു. 1254 ഇറ്റലിയിലെ വെനീസിൽ ജനിച്ച് മാർക്കോ പോളോ കച്ചവടത്തെയും സാഹസികതയെയും കുറിച്ചുള്ള വാർത്തകൾ കേട്ടാണ് വളർന്നത്. 17 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവിനും അമ്മാവനുമൊപ്പം മംഗോളിയൻ യാത്ര നടത്തി. പിന്നീട് മരുഭൂമികളും പർവ്വതങ്ങളും ഭൂപ്രദേശങ്ങളും താണ്ടി ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച മാർക്കോ പോളോ ഒടുവിൽ ചൈനയിലെ കുബ്ലൈ ഖാന്റെ കൊട്ടാരത്തിലെത്തി. ചക്രവർത്തി മാർക്കോ പോളോയെ വിശ്വസ്തനായ സന്ദേശവാഹകനാക്കി സാമ്രാജ്യത്തിലുടനീളം ദൗത്യങ്ങൾ കയച്ചു. ഏകദേശം 17 വർഷം മാർക്കോ ഏഷ്യ പര്യവേക്ഷണം ചെയ്തു. ഒടുവിൽ അദ്ദേഹം വെനീസിലേക്ക് മടങ്ങിയപ്പോൾ ഒരു യുദ്ധത്തിനിടെ പിടിക്കപ്പെട്ടു. റസ്റ്റീച്ചെല്ലോ എന്ന എഴുത്തുകാരനോട് തന്റെ അവിശ്വസനീയമായ സാഹസ കഥകൾ പറഞ്ഞപ്പോൾ അത് മാർക്കോ പോളോയുടെ യാത്രകൾ എന്ന ഐതിഹാസിക പുസ്തകമായി. ഈ പുസ്തകം കിഴക്കിന്റെ അത്ഭുതങ്ങളിലേക്ക് യൂറോപ്പിന്റെ കണ്ണുകൾ തുറന്നു. കൊളംബസിനെ പോലുള്ളവരെ പുതിയ ലോകങ്ങൾ തേടി കപ്പൽ കയറാൻ പ്രേരിപ്പിച്ചു. അടുത്ത തവണ നിങ്ങൾ മഹാനായ പര്യവേക്ഷകരെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർക്കുക, അറിയപ്പെടുന്ന ലോകത്തിനപ്പുറത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ട ഒരു യുവാവിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യൂ.